റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കുമുള്ള ബഹുമാനം ചെറുതല്ല. മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ എന്റെ കുടുംബത്തിലൂടെ സ്നേഹിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കിട്ടണോ? നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ മാർഗമില്ല. എന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് വഴിയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തിലുള്ള പ്രത്യേകത അതെ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ കുടുംബത്തിന്റെ അസന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് പുറപ്പെട്ട് കിടക്കുന്ന ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫഖറു. ഓ മോനെ, തറവാടിന്റെ പേര് പറഞ്ഞ് അഹങ്കരിക്കുന്നവല്ലേ നീ? നിന്റെ തറവാടിനെന്ത് മഹത്വമാണ് നിനക്ക് പറയാനുള്ളത്? വാസിലുകുമോനി ഖബലു തിയവനായരു. നിങ്ങളുടെയൊക്കെ കുടുംബത്തിന്റെ അസുഖലേക്ക് ചിന്തിക്കുമ്പോ ഒന്നിരിക്കലൊരു തീയന്മാരാണ്, അതല്ലെങ്കിൽ നായരാണ്. ആശാരി മൂഷാരി മണ്ണാരു പറയരു. കൊഴപ്പാനു ചെട്ടിയൂ നായാടി പാണരു. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നിരിക്കൽ ആശാരിയാണ്, അതല്ലെങ്കിൽ മൂഷാരിയാണ്, അല്ലെങ്കിൽ നായാടിയാണ്, അല്ലെങ്കിൽ പറയരാണ്. ഇങ്ങനെ വിവിധ സമുദായക്കാരില്ലേ? ഈ ഏതെങ്കിലും ഒരു സമുദായത്തിലല്ലേ നിന്റെ പിതാക്കന്മാർ എത്തിച്ചേരുന്നത്? ആ പിതാക്കന്മാരുടെ പേരിൽ നിനക്ക് അഹങ്കരിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം അങ്ങനെയല്ല, ഹബീബിന്റെ കുടുംബം അങ്ങനെയല്ല. ആ കുടുംബത്തിന്റെ അസുര ചെന്നെത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാം അവിടുത്തെ വരെ ഒരു കുഴപ്പവും നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ വളരെ സംശുദ്ധരായ പിതാക്കന്മാരിലൂടെയാണ് ചെന്നത്. മനുഷ്യോൽപത്തി മുതൽ ഇന്ന് വരെ തറവാടിൽ ഒരു കുഴപ്പവും പോലും പറയാൻ പറ്റാത്ത വളരെ സുന്ദരമായ തറവാടുള്ളവരാണ് മഹാന്മാരായ സാദാത്തുക്കൾ. അവരുടെ സ്വഭാവം, ആ സാദാത്തുക്കളുടെ മഹാത്മ്യം, ആ സാദാത്തുക്കളെ ചീത്ത പറയുന്ന ആളുകൾ, ആ സാദാത്തുക്കളോട് ദേഷ്യം പിടിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും ഒരാൾ ദേഷ്യം വെച്ചാൽ അവൻ അല്ലാഹു തആല സമ്പാദ്യം അധികരിപ്പിച്ചു കൊടുക്കട്ടെ, അവൻ അല്ലാഹു തആല സ്വത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവൻ അല്ലാഹു സന്താനം വർദ്ധിപ്പിക്കട്ടെ. സയ്യിദന്മാരോട് ദേഷ്യം പിടിക്കുന്നവർക്ക് അല്ലാഹു തആല സ്വത്തും സമ്പാദ്യവും മക്കളുമൊക്കെ അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി സ്വത്ത് വർദ്ധിക്കാൻ സാദാത്തുക്കളോട് ദേഷ്യം പിടിച്ചാൽ മതിയാകുമല്ലോ. എന്തിനാണത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചു, ഈ സമ്പത്ത് കൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കാനാണ്, ഈ മക്കളെ കൊണ്ട് അവനെ പരീക്ഷിക്കാനാണ്. മക്കളെ കൊണ്ടും സമ്പാദ്യങ്ങളെ കൊണ്ടും അവൻ അല്ലാഹു തആല പരീക്ഷിക്കട്ടെ എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാമുന ശഅബി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ലൗ കാന റസൂലുള്ളാഹി മുഹബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നീ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആദരിക്കുന്നത് അത് റാഫിളിയാക്കൾ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു വിദഗ്ധത്തിന്റെ കക്ഷിയുണ്ട്, അവരുടെ സ്വഭാവമാണ് അത് എങ്കിൽ ഫല്യശ്ഹദി സഖലാനി അന്നീ റസൂലുള്ളാഹ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഫല്യശ്ഹദി സഖലാനി, ജിന്നും ഇൻസും സാക്ഷി പറയട്ടെ, അന്നീ റസൂലുള്ളാഹ്, ഞാൻ റസൂലുകളിൽപ്പെട്ടവനാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് ബിദ്അത്തിന്റെ ആളുകളുടെ സ്വഭാവമാണെങ്കിൽ ഞാൻ അതിൽപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കുമുള്ള ബഹുമാനം ചെറുതല്ല. മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ എന്റെ കുടുംബത്തിലൂടെ സ്നേഹിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കിട്ടണോ, നിങ്ങൾക്ക് നിന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ മാർഗമില്ല. എന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് വഴിയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തിലുള്ള പ്രത്യേകത, അതേ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.